പ്രസവം നിർത്തിയവർക്ക് വീണ്ടും ഗർഭിണിയാവാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഒരു പേഷ്യൻ്റ് ചോദിച്ചിരുന്നു. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. പ്രസവം നിർത്തുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ് ആദ്യത്തെ നോക്കേണ്ടത്. അതിൻ്റെ നോട്ട്സ്, അതായത് പ്രസവം നിർത്തിയ ആ സർജറി ചെയ്തതിൻ്റെ പേപ്പറുകൾ ഉണ്ടെങ്കിൽ അത് കൂടെ കയ്യിൽ കരുതണം. പ്രസവം നിർത്തുന്നത് നമുക്ക് ലാപ്രോസ്കോപ്പി വഴി നിർത്താം, അല്ലാതെ ചെറിയ മുറിവ് ഉണ്ടാക്കി വയറ് തുറന്ന് നിർത്താം. ഇത് രണ്ട് രീതിയിൽ നിർത്തുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭപാത്രത്തിന്റെ രണ്ട് സൈഡിലുള്ള ഈ അണ്ഡവാഹിനി കുഴലുകളെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഒരു കഷ്ണം മുറിച്ച് നീക്കിയിട്ടുമാവാം, അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി വഴി ചെയ്യുമ്പോൾ റിങ് ആണ് ഇടുന്നത് സാധാരണഗതിയിൽ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ട്യൂബിന്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോട്ട്സ് റിവ്യൂ ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട്. ചില ആൾക്കാർ ഈ ട്യൂബിന്റെ ഈ അറ്റത്ത് ഈ ഫിംബ്രിയ എന്ന് പറയും, വിരലുകൾ പോലെ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അത് റിമൂവ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് റിമൂവ് ചെയ്തതെങ്കിൽ കൂട്ടി യോജിപ്പിക്കുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും. അല്ലാത്ത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ട്യൂബൽ റീകാനലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് ലാപ്രോസ്കോപ്പി വഴിയോ ലാപ്രോട്ടമി തുറന്നുള്ള ശസ്ത്രക്രിയ വഴിയോ ചെയ്യാവുന്നതാണ്. അതിൻ്റെ വിജയസാധ്യതകൾ, ഏത് രീതിയിലാണ് സർജറി ചെയ്തത്, എത്രത്തോളം ട്യൂബ് റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതെല്ലാം അനുസരിച്ചാണ് വിജയസാധ്യത തീരുമാനിക്കുന്നത്. ഇത് കൂടാതെ സ്ത്രീയുടെ പ്രായവും കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് വീണ്ടും ട്യൂബ് കൂട്ടി യോജിപ്പിക്കുന്നതിന് മുമ്പ്. ഇതല്ല എന്നുണ്ടെങ്കിൽ ട്യൂബ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ചെയ്യാവുന്ന കാര്യം IVF, അതായത് ടെസ്റ്റ് ട്യൂബ് ശിശു ചികിത്സാ രീതി വഴി ഗർഭിണിയാകാവുന്നതാണ്. ട്യൂബൽ റീകാനലൈസേഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ശിശു, ഇങ്ങനെ രണ്ട് വഴിയിലും ഗർഭിണിയാവാം. പക്ഷെ രണ്ടിൻ്റെ രീതികളിൽ തീരുമാനിക്കണമെങ്കിൽ എത്രത്തോളം ട്യൂബ് ഏത് രീതിയിലാണ് റിമൂവ് ചെയ്തിരിക്കുന്നത്, ഏത് ഭാഗമാണ് റിമൂവ് ചെയ്തിരിക്കുന്നത് അറിയണം. സ്ത്രീയുടെ പ്രായം തുടങ്ങിയ ഫാക്ടേഴ്സും കൂടെ കണക്കിലെടുക്കേണ്ടതാണ്.